Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. UK-യിൽ മദ്യപാനം മൂലമുള്ള മരണനിരക്ക് കുതിച്ചുയരുകയാണ്. മദ്യനയം രൂപീകരിക്കുന്നതിൽ മദ്യ വ്യവസായികളെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരോഗ്യ പ്രവർത്തകർ രംഗത്ത്. ബ്രിട്ടനിലെ മദ്യനയത്തിന്റെ ആസൂത്രണങ്ങളിൽ നിന്ന് മദ്യ വ്യവസായികളെ ഒഴിച്ചു നിർത്തണമെന്ന കർശന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് പൊതുജനാരോഗ്യ പ്രവർത്തകർ. മദ്യം മൂലം നേരിട്ടുള്ള മരണങ്ങളുടെ കണക്ക് പുതിയ റെക്കോർഡ് കടന്നതോടെയാണ് ഈ ആവശ്യം ആരോഗ്യ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഒരു വർഷം 10,000-ഓളം പേരാണ് പുതിയ കണക്കുകൾ പ്രകാരം മദ്യത്തിന്റെ ഉപയോഗം മൂലം ബ്രിട്ടനിൽ മരണപ്പെടുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൽക്കഹോൾ സ്റ്റഡീസിന്റെ നിർദ്ദേശങ്ങളിൽ മദ്യനിർമ്മാതാക്കളെയും വ്യവസായ ധനസഹായ ഗ്രൂപ്പുകളായ പോർട്ട്മാൻ, ഡ്രിങ്ക്വയർ തുടങ്ങിയവയും ഒരു കൈയകലത്തിൽ സൂക്ഷിക്കണമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം വ്യവസായങ്ങൾ എപ്പോഴും തങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾക്കാണ് മുൻതൂക്കം നൽകുന്നതെന്നും അത് ബ്രിട്ടന്റെ മദ്യനയത്തിന് ദോഷം ചെയ്യുമെന്നും അവർ തങ്ങളുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കമ്പനികളെ പോലെ മദ്യ കമ്പനികൾക്കും ആരോഗ്യനയം തടസ്സപ്പെടുത്തുകയും കാലതാമസം വരുത്തുകയും ചെയ്യുന്ന ഒരു നീണ്ട ചരിത്രമുണ്ടെന്നും അതിനാലാണ് മദ്യ വ്യവസായങ്ങളിൽ നിന്നുള്ള അനാവശ്യമായ സ്വാധീനങ്ങൾക്ക് വഴങ്ങരുതെന്ന് ലോകാരോഗ്യ സംഘടന സർക്കാരുകളെ ഉപദേശിക്കുന്നതെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൽക്കഹോൾ സ്റ്റഡീസ് ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ കാതറിൻ സെവേരി പറഞ്ഞു. ആൽക്കഹോൾ കമ്പനികൾ, ട്രേഡ് ബോഡികൾ, വ്യവസായങ്ങൾക്ക് ധനസഹായം നൽകുന്ന ഫ്രണ്ട് ഗ്രൂപ്പുകൾ എന്നിവയെ പുകയില വ്യവസായത്തിന് സമാനമായി പരിഗണിക്കണം. രാജ്യത്തുടനീളമുള്ള അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ വീണ്ടും ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന സംഘടനയെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുവാൻ കാരണമായിരിക്കുകയാണ്. തീവ്ര വലതുപക്ഷ സംഘടനയായ EDLനെ ഭീകരവാദ നിയമപ്രകാരം നിരോധിക്കണമോ എന്ന ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. ബ്രിട്ടനിലെ നിയമങ്ങൾ പ്രകാരം ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിനെ നിരോധിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിൽ ആഭ്യന്തര സെക്രട്ടറി യെവറ്റ് കൂപ്പർ കൂടുതൽ ചർച്ചകൾ നടത്തുകയാണെന്ന് ബ്രിട്ടീഷ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ആംഗല റൈനർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇംഗ്ലണ്ടിലെ സൗത്ത് പോർട്ടിലുള്ള ഒരു കമ്മ്യൂണിറ്റി സെന്ററിൽ ടൈലർ സ്വിഫ്റ്റ് പ്രമേയമുള്ള നൃത്തയോഗ വർക്ക്ഷോപ്പിനിടെ 3 പെൺകുട്ടികളെ 17 വയസ്സുള്ള ആക്സൽ റുഡ്ഗുബാന എന്ന വ്യക്തി കുത്തിക്കൊലപ്പെടുത്തിയിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രതി മുസ്ലിം കുടിയേറ്റക്കാരനാണെന്ന തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ഇതേ തുടർന്ന് സണ്ടർലാൻഡിൽ മുസ്ലിം വിരുദ്ധ പ്രതിഷേധക്കാർ കലാപസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. തീവ്ര വലതുപക്ഷ സംഘടനയായ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് മുസ്ലിം വംശജരെയും അതുപോലെ കുടിയേറ്റക്കാരെയും ശക്തമായി എതിർക്കുന്നവരാണ്. 2009 ലണ്ടനിൽ ലൂട്ടണിലെ ഒരു ഇസ്ലാമിക ഗ്രൂപ്പിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഈ സംഘടന സ്ഥാപിക്കപ്പെട്ടത്. ബ്രിട്ടീഷ് നാഷണൽ പാർട്ടി മുൻ അംഗമായിരുന്ന സ്റ്റീഫൻ ക്രിസ്റ്റഫർ ലെനൻ എന്ന വ്യക്തി പിന്നീട് സംഘടനയുടെ നേതാവായി മാറി. ഇസ്ലാം യൂറോപ്യൻ മൂല്യങ്ങൾക്ക് ഭീഷണിയാണെന്ന ചിന്തയാണ് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത്. ഉയർന്ന തോതിലുള്ള കുടിയേറ്റങ്ങൾ മൂലം നഷ്ടമാകുന്ന ഇംഗ്ലീഷ് സംസ്കാരത്തെയാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത്. സൗത്ത് പോർട്ടിൽ 17 വയസ്സുകാരന്റെ കുത്തേറ്റ് പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന 3 പെൺകുട്ടികൾ മരിച്ചതിനെ തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ബ്രിട്ടനിലാകെ കത്തിപ്പടരുകയാണ്. പ്രതി അനധികൃത കുടിയേറ്റക്കാരനാണെന്ന തെറ്റായ വിവരം സമൂഹമാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിച്ചതാണ് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടാൻ ഇടയാക്കിയത്. ഇതേ തുടർന്ന് പ്രായത്തിന്റെ പേരിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും പ്രതിയുടെ പേര് വിവരങ്ങൾ പരസ്യമാക്കുവാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ലിവർപൂളിലെ അക്രമാസക്തമായ കലാപങ്ങളുടെ വീഡിയോയ്ക്ക് കീഴിൽ ആഭ്യന്തര യുദ്ധം അനിവാര്യമാണെന്ന് എക്സിൽ പോസ്റ്റ് ചെയ്ത എലോൺ മസ്കിന്റെ അഭിപ്രായങ്ങളെ ഡൗണിംഗ് സ്ട്രീറ്റ് വിമർശിച്ചു. എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കപ്പെട്ട സന്ദേശങ്ങളും വീഡിയോകളുമാണ് കലാപം ഇത്രമാത്രം പടർന്നു പിടിക്കുവാൻ പ്രധാന കാരണമായത്. മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാർ, പോലീസ് മേധാവികൾ, നീതിന്യായ മന്ത്രാലയ ഉദ്യോഗസ്ഥർ എന്നിവരുമായി നടത്തിയ ചർച്ചകൾക്കു ശേഷം ഓൺലൈനിൽ പ്രകോപകരമായ സന്ദേശങ്ങളും വീഡിയോകളും പോസ്റ്റ് ചെയ്തവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ മുന്നറിയിപ്പ് നൽകി. ക്രിമിനൽ ഉള്ളടക്കമുള്ള സന്ദേശങ്ങൾ നീക്കം ചെയ്യുവാനുള്ള കടമ സോഷ്യൽ മീഡിയ കമ്പനികൾക്കുണ്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ആരംഭിച്ച SFI UK. UK-യിലെ വിവിധ സ്ഥലങ്ങളിലായി നടക്കുന്ന കുടിയേറ്റ വിരുദ്ധ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ SFI UK രാജ്യാന്തര വിദ്യാർത്ഥികൾക്കായി അടിയന്തര ഹെൽപ്പ് ലൈൻ ആരംഭിച്ചു. പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കുവാൻ സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ UK നിർദ്ദേശം ചെയ്തു. ഇനി നാട്ടിലെ വാർത്തകൾ. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും പരിശോധന. കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തൽ. സംസ്ഥാന വ്യാപകമായി പ്രമുഖ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും GST പരിശോധന. ഓപ്പറേഷൻ ഗുവാപ്പോ എന്ന പേരിലാണ് പരിശോധന നടത്തുന്നത്. സംസ്ഥാനത്താകെ 35ഓളം കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും സംസ്ഥാന GST ഇന്റലിജൻസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിഭാഗം
സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തുന്നത്. കോടികളുടെ നികുതി വെട്ടിപ്പാണ് പ്രാഥമികമായി കണ്ടെത്തുവാൻ സാധിച്ചത്. ശിരൂരിൽ നിന്ന് ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. DNA പരിശോധന നടത്തണമെന്ന് അർജുന്റെ കുടുംബം. മലയാളി ഡ്രൈവർ അർജുനെ കാണാതായ ശിരൂരിൽ നിന്ന് ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ശിരൂരിൽ ഹോനാവാര കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്. കാലിൽ വല കുടുങ്ങിയ നിലയിലാണ് മൃതദേഹമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട ആരുടെയെങ്കിലും മൃതദേഹമാണോ എന്നറിയാൻ കരയിലെത്തിച്ച് പരിശോധിക്കേണ്ടതുണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഗംഗാവലിപ്പുഴ ഒഴുകിച്ചേരുന്ന പ്രദേശമാണിത്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് നിന്ന് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു. DNA പരിശോധന നടത്തണമെന്ന് അർജുന്റെ കുടുംബം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നത് പരിഗണനയിൽ. സാഹചര്യം അനുകൂലമാകുന്ന മുറയ്ക്ക് അനുവദിക്കുമെന്ന് JP നഡ്ഡ. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എയിംസ് സ്ഥാപിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. രാജ്യസഭയിലാണ് നഡ്ഡ ഇക്കാര്യം വ്യക്തമാക്കിയത്. എയിംസ് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് പരിഗണനയിലാണെന്നും കേരളം അതിൽ ഒരു സംസ്ഥാനമാണെന്നും രാജ്യസഭയിൽ JP നഡ്ഡ അറിയിച്ചു. എയിംസുകൾ സ്ഥാപിക്കുന്നത് രാജ്യത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന നടപടിയാണ്. എല്ലാ സംസ്ഥാനങ്ങളെയും അതിനായി പരിഗണിക്കും. സാഹചര്യം അനുകൂലമാകുന്ന മുറയ്ക്ക് പുതിയ എയിംസുകൾ അനുവദിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇനി കായിക വാർത്തകൾ. ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സ്വർണ്ണ മെഡൽ മോഹങ്ങളുടെ തിളക്കമേറ്റി നീരജ് ചോപ്ര രാജകീയമായി ഫൈനലിലേക്ക് കടന്നു. യോഗ്യതാ റൗണ്ടിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 89.34 മീറ്റർ ദൂരം കണ്ടെത്തിയാണ് നീരജ് ഫൈനലിൽ കടന്നത്. ഫൈനലിന് യോഗ്യത നേടുവാൻ വേണ്ടിയിരുന്നത് 84 മീറ്ററാണ്. ഗുസ്തിയിൽ മെഡൽ പ്രതീക്ഷകൾക്ക് തിളക്കമേറ്റി വനിതകളുടെ 50 കിലോഗ്രാം വിഭാഗത്തിൽ വിനേഷ് ഫോഗട്ട് ക്വാർട്ടറിൽ. ആവേശകരമായ മത്സരത്തിൽ ഒന്നാം സീഡും നിലവിലെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജപ്പാന്റെ സുസാക്കി യുയിയാണ് വിനേഷ് ഫോഗട്ട് തോൽപ്പിച്ചത്. 3-2 വിനേഷിന്റെ വിജയം. ജാവലിൻ ത്രോയിൽ മത്സരിച്ച മറ്റൊരു താരം കിഷോർ കുമാർ ജനയ്ക്ക് നേരിട്ട് ഫൈനലിൽ യോഗ്യതയില്ല. ഒന്നാം ഗ്രൂപ്പിൽ മത്സരിച്ച ജന ആദ്യ ശ്രമത്തിൽ പിന്നിട്ട 80.73 മീറ്ററാണ് ജനയുടെ മികച്ച ദൂരം. യോഗ്യതാ റൗണ്ടിൽ 84 മീറ്റർ പിന്തുടർന്നവർക്കാണ് ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത ലഭിക്കുക. 4 സ്ഥാനങ്ങൾ കുറേയായി. കളിക്കാർ കുറെ കൂടി ഉത്തരവാദിത്തം കാട്ടണം. ലക്ഷ്യയുടെ തോൽവിക്ക് പിന്നാലെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പദുക്കോൺ. സമ്മർദ്ദം അതിജീവിക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ ബാഡ്മിന്റൺ താരങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ട സമയം പിന്നിട്ടെന്ന് ഇതിഹാസ താരം പ്രകാശ് പദുക്കോൺ. പുരുഷ സിംഗിൾസ് വെങ്കല പോരാട്ടത്തിൽ ലക്ഷ്യ സെൻ സമ്മർദ്ദം താങ്ങാനാകാതെ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യൻ ടീം പരിശീലകൻ കൂടിയായ പദുക്കോണിന്റെ പരാമർശം. സമ്മർദ്ദം അതിജീവിക്കുവാൻ താരങ്ങൾക്ക് മാനസിക പരിശീലനം നൽകേണ്ടതുണ്ട്. ക്രിക്കറ്റിൽ ദേശീയ ടീമും A ടീമും Under-19 ടീമും Under-17 ടീമും ഉള്ളതുപോലെ വ്യത്യസ്ത തലങ്ങളിൽ താരങ്ങളെ വളർത്തിയെടുക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും പദുക്കോൺ പറഞ്ഞു. 1964 മിൽഖ സിംഗിനും 80കളിൽ PT ഉഷയ്ക്കും ശേഷം ഒളിമ്പിക്സിൽ കുറച്ചധികം 4 സ്ഥാനങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ താരങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തം കാട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും പദുക്കോൺ പറഞ്ഞു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.62 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.